പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ വീടുകളിലൊക്കെ പ്രാർത്ഥനകളിൽ ഉയർന്നു കേട്ടിരുന്നൊരു ഗാനമാണത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടവിലുണ്ട്. എൻ്റെ പടവില്, എൻ്റെ വഞ്ചിക്കകത്ത് കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, ഒരൊറ്റ വചനം കൊണ്ട് അതിനെ അടക്കാൻ കഴിയുള്ളവൻ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിന്മേൽ പോയിരുന്ന ജീവിതം എന്തുകൊണ്ടാണ് ഭയത്തിലേക്ക് മാറിയത്? കർത്താവ് ചോദിക്കുന്ന ചോദ്യം, അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തിനാ? ഓ മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, ഒട്ടും വിശ്വാസം ഇല്ലാത്തവരെന്നാ ഭയങ്കര ആരോപണമാണ് പറയണേ. 37-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് വിശ്വസിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. വളരെ സാധാരണക്കാരായിട്ടുള്ള നമ്മളോട് വചനം അതേ ഭാഷയിൽ സംസാരിക്കുന്നതാണ്. അവിടുന്ന് നോക്കിക്കൊള്ളും. നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് വിശ്വസിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. 37-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം. അത് പറ്റാതെ പോയ ഒരാളെ കുറിച്ച് 1-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലോത്തിന്റെ ഭാര്യയാണ്. ഒന്നും എല്ലാ ഡയറക്ഷൻസും കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു വിട്ടിട്ട് ആ സ്ത്രീ താൻ വിട്ടിട്ട് പോകുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു. ഇങ്ങനെ ഉപ്പുതൂണായിട്ട് നിൽക്കുന്നുണ്ട്. കർത്താവിനെ വിശ്വസിക്കാൻ, അവൻ്റെ വചനങ്ങളെ വിശ്വസിക്കാൻ, അവൻ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളെ വിശ്വസിക്കാൻ, അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം എങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നു. അനക്കമുണ്ടാവില്ല. എങ്ങനെയാണോ അങ്ങനെ ഇങ്ങനെ നിൽക്കും. ഒരു മൂവ്മെൻറ്റും ഇല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളിങ്ങനെ വല്ലാതെ നിരാശപ്പെട്ടു തുടങ്ങും ഈ ജീവിതത്തെക്കുറിച്ച്. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത പ്രയാസങ്ങളുണ്ടാവും. എന്തിനെ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് തോന്നും. എന്നാൽ കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നവൻ, വചനം പറയുന്നുണ്ട്, ആറ്റുതീരത്ത് നട്ട വൃക്ഷം കണക്കെ അവന് എപ്പോഴും ഫലം ഉണ്ടാവും. എന്തൊരു രസമാണ് ജീവിതം, എന്തൊരു ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ട ജീവിതം. 91-ാമത്തെ സങ്കീർത്തനം നമുക്ക് കാണാപ്പാടമാണ് മിക്കവാർക്കും. എല്ലാ ദിവസവും ചൊല്ലുന്നതാണ്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ എന്തിനാ ഭയം? നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വചനങ്ങളാണ്. കർത്താവെ, ഒരിക്കലും ഭയപ്പെടാതിരിക്കാൻ, കാറ്റും കോളും ആഞ്ഞു വീശുന്ന നേരത്ത് പോലും എൻ്റെ കുടുംബത്തിൽ നിന്റെ പ്രതിഷ്ഠയുണ്ടെന്നുള്ള ഓർമ്മ എനിക്കുണ്ടാവട്ടെ. നിന്റെ സാന്നിധ്യം, നിരന്തരമായ സാന്നിധ്യമാണ് എന്നെ പൊതിഞ്ഞു പിടിക്കണമെന്നുള്ള ഓർമ്മ എനിക്കുണ്ടായിരിക്കട്ടെ. ആ ബോധ്യത്തിൽ, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ആ ഒരു അനുഭവത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റും കോളുകളെയും അതിജീവിക്കാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങൾക്ക് ബലം തരണമേ, ഞങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ഓ മെൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭയപ്പെട്ടത് എന്തിനാണ്? കുറച്ച് കടം കൂടിയപ്പോൾ, കുറച്ച് മാർക്ക് കുറഞ്ഞപ്പോൾ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായപ്പോൾ എന്ത് പെട്ടെന്നാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആംബിയൻസ് മാറിയതെന്നേ? എന്തൊരു ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതമായിരുന്നു. പ്രാർത്ഥന ഒഴിവായില്ലേ ആ സമയത്തൊക്കെ? പതിയെ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി തുടങ്ങിയില്ലേ ആ സമയത്തൊക്കെ? കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മയില്ലാതെ ശിഷ്യന്മാർക്കുണ്ടായ വലിയൊരു നേട്ടം അവർ കർത്താവിനെ അലറിക്കരഞ്ഞിട്ടാണെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ അതുപോലും ചെയ്യാനില്ലല്ലോ. ഹൃദയത്തിൻ്റെ നടയിൽ ചെന്നിരുന്ന് ഒന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അവനിലേക്ക് സർവവും ഒന്ന് സമർപ്പിക്കാൻ മനസ്സായെങ്കിൽ, അവൻ്റെ മുൻപിൽ ഒന്ന് കരം പിടിച്ച് ഇങ്ങനെ നിറമിഴിയോടുകൂടി ഒരു ഇത്തിരി നേരം ഇരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എല്ലാവരും ഒന്നൊരുമിച്ച് കരം ചേർത്ത് പിടിച്ച് എൻ്റെ കർത്താവെ കരുണ തോന്നണമേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നമ്മുടെ കുടുംബം എന്തൊരു ഭംഗിയായിട്ട് വീണ്ടും മുന്നോട്ട് പോകുമായിരുന്നു. നമ്മുടെ കുടുംബത്തിന്മേൽ എത്രയോ ദൈവീക കൃപകൾ, അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ തമ്പുരാൻ്റെ വലിയ പരിപാലനയിലേക്ക് എന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ കടന്നു പോകുന്നത് ചെറിയ പ്രശ്നങ്ങളിലൂടെ ഒന്നുമല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, രോഗാവസ്ഥകൾ ഞങ്ങളെ അലട്ടുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും ഒന്ന് കൂട്ടിമുട്ടിക്കാൻ ഞങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്, പരസ്പരമുള്ള തെറ്റിദ്ധാരണകളുണ്ട്, മനസ്സിലാക്കാതെ ഇരിക്കുന്ന പ്രയാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട് തമ്പുരാനെ. എങ്കിലും നിന്റെ തിരുമുൻപിലേക്ക്
നിന്നിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നിന്റെ പരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും ഇവിടെ ഇപ്പോൾ ഇല്ലാത്തവരെയും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടെ നിന്നാണ് പരിപാലകൻ, അവിടെ നിന്ന് ഒരിക്കലും ഉറങ്ങുകയില്ല. അവിടെ നിന്നാണ് നമ്മുടെ കാവൽക്കാരൻ. വലിയ ബോധ്യത്തോടെ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.